ജൻസികളെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ ബി.ജെ.പിക്ക് എന്തെല്ലാം ചെയ്യണം എന്നാണ് ഈ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ ചോദിച്ചു പോകുന്നത്. അതിലുപരി രാഹുൽ ഗാന്ധി എന്ന നേതാവ് ജൻസികൾക്കിടയിൽ നേടിയിരിക്കുന്ന സ്വീകാര്യത മറികടക്കാൻ ബി.ജെ.പി വരും ദിവസങ്ങളിൽ എന്തെല്ലാം ചെയ്യേണ്ടി വരുമെന്ന ചോദ്യത്തിനാകും പ്രസക്തി കൂടുതൽ. ഒരു മന്ത്രി ഇപ്പോൾ കുത്തിയൊലിക്കുന്ന വെള്ളത്തിൽ എടുത്തു ചാടി നീന്തി അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ. രാഹുലിനെ തോൽപ്പിക്കാൻ വെള്ളത്തിൽ ചാടി സാഹസികത കാട്ടിയിരിക്കുന്നത് മറ്റാരുമല്ല, കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ്. എന്താണ് മന്ത്രി ഇതിനൊക്കെ പ്രേരിപ്പിച്ചിരിക്കുന്നത്? അതിന് രാഹുലും ജൻസികളും തമ്മിലുള്ള അടുപ്പത്തിൻ്റെ കഥയിൽ നിന്ന് തുടങ്ങേണ്ടി വരും. CJP സമരത്തോടെ മാറിമറിഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ ജൻസികളെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോകുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവർ സ്വയം തെരുവിലിറങ്ങുന്നു. അതിന് അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ തേടുന്നില്ല. എന്നാൽ തങ്ങൾക്കൊപ്പം ആത്മാർത്ഥമായി നിൽക്കാൻ തയ്യാറാകുന്നവരെ അവർ ചേർത്തു പിടിക്കുന്നുമുണ്ട്. അതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ജൻസികൾക്കിടയിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന സ്വീകാര്യത വിളിച്ചു പറയുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന രാഹുലിൻ്റെ ഛാത്രം കി ഗുഞ്ച് വൻ വിജയമായി ഇതിനോടകം മാറിക്കഴിഞ്ഞു. ഓരോ പരിപാടിയിലും 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് പങ്കെടുക്കാനെത്തുന്നത്. അവിടെ രാഹുൽ വിദ്യാർത്ഥികളുടെ വിഷയങ്ങളാണ് സംസാരിക്കുന്നതും അവരുടെ വികാരങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. തങ്ങളുടെ ശബ്ദമായി ഇക്കൂട്ടർ രാഹുലിനെ കാണുന്നു. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ പൂനെയിൽ പെൺകുട്ടികൾ മാത്രം പങ്കെടുത്ത സംവാദമായിരുന്നു നടന്നത്. ആ പരിപാടിയിലെ രാഹുലിൻ്റെ വാക്കുകളെയും നിലപാടുകളെയും ആവേശത്തോടെ സ്വീകരിക്കുന്ന വിദ്യാർത്ഥിനികളെയാണ് കണ്ടത്. അവർക്ക് ആത്മവിശ്വാസം പകരുന്ന, അവരുടെ ആശങ്കകളെ തൂത്തെറിയാൻ ഉതകുന്ന വാക്കുകളാണ് രാഹുലിൽ നിന്ന് ഉണ്ടായത്. പരിപാടി വമ്പൻ ഹിറ്റായി മാറുകയും ചെയ്തു. ജൻസികളെ പാട്ടിലാക്കാൻ അവരുടെ വൈബ് അറിഞ്ഞുള്ള പല നീക്കങ്ങളും അത് ഡ്രസ്സിങ്ങിൽ ഉൾപ്പെടെ രാഹുൽ നടത്തുന്നതായാണ് വിലയിരുത്തൽ. ഉത്തർപ്രദേശിൽ നടന്ന പരിപാടിയിൽ മഞ്ഞ നിറത്തിലുള്ള ടീഷർട്ടായിരുന്നു വേഷമെങ്കിൽ പൂനെയിലെത്തിയപ്പോൾ അത് പിങ്ക് നിറത്തിലുള്ള ഷർട്ടായി. അങ്ങനെ ഇന്നത്തെ തലമുറയുടെ പൾസ് മനസ്സിലാക്കിയുള്ള രാഷ്ട്രീയത്തിൽ രാഹുൽ ബഹുദൂരം മുന്നേറുന്നതാണ് രാജ്യം കാണുന്നത്. ഇത് കണ്ട് അന്തം വിടുകയാണ് ബി.ജെ.പി. ഇത്തരത്തിൽ ജൻസികളുമായി സംവദിക്കാൻ, അവരെ കയ്യിലെടുക്കാൻ പറ്റിയൊരു നേതാവിൻ്റെ അഭാവം ബി.ജെ.പി ശരിക്കും അനുഭവിച്ചറിയുന്നുണ്ട്. എങ്കിലും വിട്ടുകൊടുക്കില്ലെന്ന ഭാവത്തിൽ തന്നെയാണ് ബി.ജെ.പിയും കേന്ദ്ര നേതൃത്വവും. രാഹുലിൻ്റെ സംവാദ പരിപാടിക്ക് ബദൽ പരിപാടികളുമായി രംഗത്തിറങ്ങണമെന്നാണ് അടുത്തിടെ പാർട്ടി പുനഃസംഘടനയ്ക്ക് ശേഷം ബി.ജെ.പി എടുത്തിരിക്കുന്ന തീരുമാനം. അതായത് രണ്ടും കൽപ്പിച്ചിറങ്ങിയേ പറ്റൂ, ജൻസികളെ പാട്ടിലാക്കിയേ മതിയാകൂ. കാരണം വരുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഭാഗധേയം നിർണ്ണയിക്കാൻ പോകുന്നത് അവരാണ്. അപ്പോൾ അവരുടെ പിന്തുണയില്ലെങ്കിൽ 8 നിലയിൽ പൊട്ടും. അതുകൊണ്ടാണ് ജൻസി ഔട്ട്റീച്ചിനായി ഒരു സമിതിയെ തന്നെ ബി.ജെ.പി രൂപീകരിച്ചത്. അതിൻ്റെ മുഖങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നത് ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനെയും പുനഃസംഘടനയിൽ ജനറൽ സെക്രട്ടറി പദവി കിട്ടിയ സ്മൃതി ഇറാനിയെയുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു പണിയില്ലാതെ ഇരുന്ന സ്മൃതിക്ക് ഇതോടെ ഒരു പണിയായെന്ന് ആശ്വസിക്കാം. നിതിൻ നബീനെയും സ്മൃതി ഇറാനിയെയും ഇറക്കിയുള്ള ബി.ജെ.പിയുടെ ഈ തന്ത്രത്തെ കഴിഞ്ഞ ദിവസം CJP പരിഹസിക്കുകയാണ് ചെയ്തത്. കാരണം അടുത്തിടെയാണ് നിതിൻ യുവാക്കളെ വൈറസ് എന്നും പാറ്റകളെന്നും വിളിച്ച് ആക്ഷേപിച്ചത്. മന്ത്രിയായിരിക്കെ 2014 രോഹിത് വിമൂല ആത്മഹത്യാ കേസ് കൈകാര്യം ചെയ്ത് കുളമാക്കിയത് സ്മൃതി ഇറാനിയാണ്. മാത്രവുമല്ല, മന്ത്രിയായിരിക്കെ അവരുടെ ബിരുദം സംബന്ധിച്ച് വലിയ വിവാദങ്ങളും ഉയർന്നിരുന്നു. ഇത്രയും മികച്ച ജൻസി മുഖങ്ങളെ സമ്മാനിച്ച ബി.ജെ.പിക്ക് 3 ക്ലാപ്പുകൾ എന്നാണ് CJPയുടെ പരിഹാസം. ഇതിനൊക്കെ ഇടയിലാണ് മന്ത്രി കിരൺ റിജിജു സ്വന്തം നിലയ്ക്ക് ജൻസികളെ ആകർഷിക്കാനുള്ള കുറുക്കുവഴികളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കുത്തിയൊഴുകുള്ള ഒരു നദിയിൽ ചാടിയതിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ച് റിജിജു കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പലരും പറയുന്നത് ഞാൻ രാഹുൽ ഗാന്ധിയെ പോലെ ചെയ്യുന്നു എന്നാണ്. രാഹുലിന് അത്തരം കാര്യങ്ങളിൽ പരിശീലനം വേണമായിരിക്കും. എന്നാൽ എനിക്കിത് ജീവിതത്തിലെ സാധാരണ കാര്യമാണ്. ഇതെല്ലാം കുട്ടിക്കാലം മുതൽ ശീലമായതിനാൽ എനിക്ക് പരിശീലനത്തിൻ്റെ ആവശ്യമില്ല. സാഹസികത നിറഞ്ഞതാണ് എൻ്റെ ജീവിതം എന്നാണ്. മുൻപ് രാഹുൽ ഗാന്ധി പല സ്ഥലങ്ങളിലും, അത് കേരളത്തിൽ ഉൾപ്പെടെ വന്നപ്പോൾ, കടലിൽ ചാടുന്നതിൻ്റെയും നീന്തുന്നതിൻ്റെയും വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടി മന്ത്രി നടത്തിയ ഒരു ശ്രമമായിട്ടേ ആളുകൾ ഇതിനെ കാണുന്നുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. വീഡിയോ ഇട്ട് താനൊരു സംഭവമാണെന്ന് പറയുകയായിരുന്നെങ്കിൽ ജനങ്ങൾ കൈയടിച്ചേനെ. ഇതിപ്പോൾ സ്വയം നാറുന്ന സംഭവമായി പോയെന്ന് പറയാതെ വയ്യ. ഇതൊക്കെ കൊണ്ട് ജൻസികളെ കൂട്ടാമെന്നാണോ ബി.ജെ.പി വിചാരിക്കുന്നത്? ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിലെ ഓവർ ആക്ട് ചെയ്ത ചളമാക്കാതട എന്ന ഡയലോഗാണ് ഓർമ്മ വരുന്നത്. എന്തായാലും മന്ത്രിയുടെ സാഹസിക വീഡിയോ ഒന്ന് കാണാം.
2 दिन में भेजो वाह